A very happy morning to all. I'm here to say a few words about Sir C.V. Raman. C.V. Raman, in full Sir Chandrasekhara Venkata Raman, was born on November 7, 1888 in Tiruchirappalli, India. He was an Indian physicist whose work was influential in the growth of science in India. He was the recipient of the Nobel Prize for Physics in 1930 for the discovery that when light traverses a transparent material, some of the light that is deflected changes in wavelength. This phenomenon is now called Raman scattering and is the result of the Raman effect. After earning a master's degree in physics at Presidency College, University of Madras in 1907, Raman became an accountant in the finance department of the Indian government. He became professor of physics at the University of Calcutta in 1917, studying the scattering of light in various substances. In 1928, he found that when a transparent substance is illuminated by a beam of light of one frequency, a small portion of the light emerges at right angles to the original direction, and some of this light is of different frequencies than that of the incident light. These so-called Raman frequencies are the energies associated with transitions between different rotational and vibrational states in the scattering material. Raman was knighted in 1929 and in 1933 he moved to the Indian Institute of Science at Bangalore as head of the Department of Physics. In 1947 he was named director of the Raman Research Institute and in 1961 became a member of the Pontifical Academy of Science. He contributed to the building up of nearly every Indian research institutions in his time, founded the Indian Journal of Physics and the Indian Academy of Sciences, and trained hundreds of students who found important posts in universities and government in India and Myanmar. He was the uncle of Subramaniam Chandrasekhar, who won the 1983 Nobel Prize for Physics with William Fowler. I'm concluding my words, thanking all of you. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഭാരതീയ ശാസ്ത്രപ്പെരുമയുടെ കിരണങ്ങൾ ലോകം മുഴുവൻ പരത്തിയ മഹാനായ ശാസ്ത്രജ്ഞൻ ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ അഥവാ C.V. രാമനെ കുറിച്ച് സംസാരിക്കുവാനാണ്. 20ാം നൂറ്റാണ്ടിലെ ലോക പ്രശസ്തരായ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് C.V. രാമൻ. 1888 നവംബർ 7 തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളിന്റെയും രണ്ടാം മകനായി രാമൻ ജനിച്ചു. വിശാഖപട്ടണത്തിലെ AVN കോളേജിൽ അധ്യാപകനായിരുന്ന അച്ഛനോടൊപ്പം ആയിരുന്നതിനാൽ രാമന് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നല്ലൊരു പഠനാന്തരീക്ഷം ലഭിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ രാമൻ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തി. സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളും വാരിക്കൂട്ടി. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിൽ താല്പര്യമുണ്ടായിരുന്നു. 11ാം വയസ്സിൽ രാമൻ മെട്രിക്കുലേഷൻ പാസ്സായി. പിതാവ് പഠിപ്പിച്ചിരുന്ന AVN കോളേജിൽ ഇന്റർമീഡിയറ്റ്, അതായത് ഇന്നത്തെ +2 ചേർന്നു. തുടർന്ന് ബിരുദ പഠനത്തിനായി മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പ്രശസ്ത കലാലയമായ പ്രസിഡൻസി കോളേജിൽ ചേർന്നു. 1904 BA റാങ്കോടുകൂടി വിജയിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ബിരുദധാരി ആകുന്നു എന്നുള്ള ബഹുമതി കൂടി ലഭിച്ചു. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഭാരതീയ ശാസ്ത്രപ്പെരുമയുടെ കിരണങ്ങൾ ലോകം മുഴുവൻ പരത്തിയ മഹാനായ ശാസ്ത്രജ്ഞൻ ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ അഥവാ C.V. രാമനെ കുറിച്ച് സംസാരിക്കുവാനാണ്. 20ാം നൂറ്റാണ്ടിലെ ലോക പ്രശസ്തരായ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് C.V. രാമൻ. 1888 നവംബർ 7 തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളിന്റെയും രണ്ടാം മകനായി രാമൻ ജനിച്ചു. വിശാഖപട്ടണത്തിലെ AVN കോളേജിൽ നമസ്കാരം. ഇന്ന് നവംബർ 7. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നവംബർ 7 വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഫിസിക്സിൽ നോബൽ സമ്മാനം നേടിയ ചന്ദ്രശേഖര വെങ്കിടരാമൻ എന്ന C.V. രാമൻ 1888 നവംബർ 7 തിരുച്ചിറപ്പള്ളിയിൽ ജനിക്കുന്നത്. ഫിസിക്സിലെ ഒപ്റ്റിക്സ് മേഖലയിൽ അദ്ദേഹത്തിന്റെ വലിയ സംഭാവനയായ രാമൻ എഫക്റ്റിലൂടെയാണ് അദ്ദേഹം നോബൽ സമ്മാനത്തിന് അർഹനായത്. ഇതെന്താണെന്ന് വെച്ചാൽ, സുതാര്യമായ വസ്തുക്കളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിന്റെ ഒരു ഭാഗം വിസരണം അഥവാ സ്കാറ്ററിംഗിന് വിധേയമാകാം. ഇങ്ങനെ വസ്തുവിൽ പതിക്കുന്ന പ്രകാശത്തിൽ നിന്നും വ്യത്യസ്ത തരംഗദൈർഘ്യമുള്ള പ്രകാശം തിരിച്ച് തെറിക്കുന്നതായി കണ്ടെത്താൻ സാധിക്കും.
ഇതാണ് രാമൻ എഫക്ട്. 1928 ഫെബ്രുവരി 28-നാണ് ഇദ്ദേഹം ഈ പ്രതിഭാസം കണ്ടെത്തിയത്. രാമൻ എഫക്ട് കണ്ടെത്തിയ ഫെബ്രുവരി 28-നാണ് നാം ഇന്ന് ദേശീയ ശാസ്ത്രദിനമായി ആചരിച്ചു വരുന്നത്. 1930 ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. 1954 രാജ്യം ഇദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചു. 1970 നവംബർ 21-ന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്ത്യയിൽ ഇനിയും ധാരാളം CV രാമന്മാർ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.